മനുഷ്യൻ ഓരോ തലമുറ കഴിയുംതോറും മണ്ടന്മാരായി മാറുകയാണോ? നമ്മളുണ്ടാക്കിയ യന്ത്രങ്ങൾ നമ്മുടെ തലച്ചോറിന് പണിയില്ലാതാക്കിയോ? സോഷ്യൽ മീഡിയ കമന്റുകളിലൂടെ പലപ്പോഴും സ്ക്രോൾ ചെയ്താൽ കാണാം 90s ജനറേഷനും 2K ജനറേഷനും തമ്മിലുള്ള വെർബൽ ക്ലാഷ്. അതിലെല്ലാം പൊതുവായൊരു കാര്യമുണ്ട്. പുതിയ തലമുറയ്ക്ക് ബുദ്ധി കുറവാണെന്നും വിവേകമില്ല എന്നെല്ലാമുള്ള 90സിന്റെ കുറ്റപ്പെടുത്തൽ. ഇത് സത്യമാണോ? ഇതെല്ലാം വിശദമാക്കാനും ഈ വീഡിയോ മുന്നോട്ടു പോകാനും ഫ്ലിൻ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. മനുഷ്യൻ ഓരോ തലമുറ കഴിയും തോറും എത്രമാത്രം ബുദ്ധിയുള്ളവരായി മാറുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു കർവ് എഫക്റ്റാണിത്. ന്യൂസിലാൻഡിലെ രാഷ്ട്രീയ ഗവേഷകനായിരുന്ന ജെയിംസ് ആർ ഫ്ലിന്നാണ് 1984 ഫ്ലിൻ എഫക്റ്റ് തിയറി ആവിഷ്കരിച്ചത്. ഈ സിദ്ധാന്തപ്രകാരം മനുഷ്യന്റെ ഓരോ തലമുറയും മുൻ തലമുറയേക്കാൾ 9% വരെ IQ കൂടുതലുള്ളവരാണെന്ന് സമർത്ഥിക്കുന്നു. ഫ്ലിൻ എഫക്റ്റ് ലളിതമായി വിശദീകരിക്കാൻ മനുഷ്യന്റെ തലച്ചോറ് ഒരു പൂന്തോട്ടമായി സങ്കല്പിക്കുക. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണാണെങ്കിലും ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒരു തോട്ടക്കാരന്റെ പരിചരണമില്ലാതെ കാട് പിടിച്ചു കിടന്നിരുന്നൊരു പൂന്തോട്ടം. അതിൻ്റെ സാധ്യതകളുടെ വിത്തുകൾ മണ്ണിൽ ക്ഷമയോടെ ഉറങ്ങുകയായിരുന്നു. കാലക്രമേണ കരുതലോടെ, ജിജ്ഞാസയോടെ ഭൂമി അതിനെ കൂടുതൽ നന്നായി പരിപാലിക്കാൻ തുടങ്ങി. നല്ല പോഷകാഹാരം ലഭിച്ചു. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം റോക്കറ്റ് പോലെ കുതിച്ചു. ആശയങ്ങൾ അതിരുകൾക്കും സംസ്കാരങ്ങൾക്കും അപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുകി. ഫ്ലിൻ എഫക്റ്റ് എന്നത് ആ പൂന്തോട്ടത്തിലെ പൂക്കൾ വിരിയാൻ തുടങ്ങിയ നിമിഷമാണ്. ആ പൂന്തോട്ടത്തിലെ പിന്നീട് വന്ന ഓരോ പുതിയ തലമുറയും തങ്ങൾക്ക് മുൻപുള്ളവരെക്കാൾ വളരെ മെച്ചപ്പെട്ട സാധ്യതകളുള്ള ഒരു ലോകത്തേക്കാണ് കാലെടുത്തു വച്ചത്. അവരുടെ മനസ്സുകൾ അതിനോട് അർത്ഥവത്തായി പ്രതികരിച്ചു. തലമുറകളുടെ തലച്ചോർ വലുതായി. അവർ കൂടുതൽ ബുദ്ധിയുള്ളവരായി. കുട്ടികൾ കൂടുതൽ അബ്സ്ട്രാക്റ്റായി ചിന്തിക്കാൻ പഠിച്ചു. മുൻ തലമുറകൾ വസ്തുതകളെ മാത്രം കണ്ടെടുത്ത് പിൻതലമുറകൾ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്സ് കണ്ടെത്തി. 2005 വരെ ഫ്ലിൻ എഫക്റ്റ് ആരും ചോദ്യം ചെയ്തിരുന്നില്ല. ശരിയായിരുന്നു. ഓരോ തലമുറയും കഴിഞ്ഞ തലമുറയേക്കാൾ IQ കൂടുതലുള്ളവരായിരുന്നു. ഉദാഹരണത്തിന് 1960 മുതൽ ഏതാണ്ട് 20 വർഷക്കാലം നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്റെ ഹിപ്പി സംസ്കാരമാണ്. ആർക്കും ആരോടും പ്രതിബദ്ധതയില്ലാതെ ബൗദ്ധിക സമൂഹം ഹിപ്പികളായി അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ചു. എന്നാൽ തുടർന്നു വന്ന തലമുറയോ അവർ കമ്പ്യൂട്ടേഷൻ സ്കില്ലുകൾ വർദ്ധിപ്പിച്ചു. ഇന്റർനെറ്റ് എന്ന മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ശാസ്ത്ര നേട്ടം വികസിപ്പിച്ചു. സിവിൽ ഏവിയേഷൻ കുറ്റമറ്റതാക്കി. അത് കാര്യക്ഷമതയുള്ള തലമുറയായിരുന്നു. ഹിപ്പികളെ കളിയാക്കിയ തലമുറ. അതിനുശേഷം വന്ന 90s എന്ന് വിളിക്കുന്ന തലമുറ അതിനേക്കാൾ ബുദ്ധിയുള്ളവരായിരുന്നു. അവർ AIയും ന്യൂറാലിങ്കും ചൊവ്വയുടെ കോളനിവൽക്കരണവും വരെ എത്തി നിൽക്കുന്നു. എന്നാൽ ഈ കഥ അവസാനിക്കുകയാണ് എന്നാണ് പുതിയ പഠനങ്ങളും നിഗമനങ്ങളും പറയുന്നത്. ഇതിനെ ഇപ്പോൾ ലോകം റിവേഴ്സ് ഫ്ലിൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നു. തലമുറകളുടെ ബുദ്ധി വർദ്ധിക്കുകയല്ല, കുറയുന്ന പ്രവണത. 2018 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സയന്റിഫിക് ജേണലുകളിലൊന്നായ പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിലൂടെ ഒരു നിർണായക പഠനം പുറത്തുവന്നു. ഗവേഷകരായ ബേൺ ബാർട്സ്ബർഗ്, ഒലെ റോഹെബർഗ് എന്നിവരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. അവർ പരീക്ഷിച്ചത് ചെറിയൊരു സാമ്പിൾ ഡാറ്റ അല്ലായിരുന്നു. 7,30,000 നോർവീജിയൻ പുരുഷന്മാരുടെ ഡാറ്റയാണ് അവർക്ക് കിട്ടിയത്. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ളവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോർഡിക് ജനതയുടെ തലച്ചോറാണ് അവർ പരിശോധിച്ചത്. നിർബന്ധിത സൈനിക സേവനത്തിന് ചേരുമ്പോൾ എഴുതുന്ന പോലുള്ള IQ ടെസ്റ്റുകൾ പുനരാവിഷ്കരിച്ച് 7,30,000 നോർവീജിയൻ പുരുഷന്മാർക്കായി ഇവരൊരു പരീക്ഷ തയ്യാറാക്കി. ഒരു IQ ടെസ്റ്റ് പരീക്ഷ. വളരെ സിമ്പിളായ ചോദ്യങ്ങൾ, ഒരു 5ാം ക്ലാസ്സുകാരന് വരെ ഉത്തരം പറയാവുന്നവ. ഈ IQ ടെസ്റ്റുകളുടെ ഫലം ഗവേഷകരെയും പിന്നീട് ലോകത്തെയും ഞെട്ടിച്ചു. പരീക്ഷണത്തിൽ പങ്കെടുത്ത നോർവീജിയൻ പുരുഷന്മാരിൽ 1975 ജനിച്ചവർക്കാണ് ഏറ്റവും മികച്ച വിശകലന ശേഷിയും IQവും കണ്ടെത്താനായത്. അതിനുശേഷം ആ ഗ്രാഫ് താഴേക്ക് വരാൻ തുടങ്ങി. തുടർന്നു വന്ന ഓരോ തലമുറയിലും സ്കോറുകൾ കുറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ തലമുറയിലും ഏകദേശം 9 IQ പോയിന്റ്സ് വീതം കുറയുന്നു. കൗമാരക്കാർ വളരെ മോശം പെർഫോമൻസ് ആണ് നടത്തിയത്. നോർവേയിലെ IQ പരീക്ഷണം ഒറ്റപ്പെട്ടതല്ല. UK-യിലും ഗവേഷകർ സമാന പരീക്ഷണം നടത്തി. ഫലം അതുതന്നെ. 1980-കളിൽ ജനിച്ചവർക്ക് മികച്ച IQ കണ്ടെത്തി. പിന്നീട് ഡെൻമാർക്കിൽ ടെസ്റ്റ് നടന്നു. അവിടെയും കഥ ഇതുതന്നെ. ഫ്ലിൻ എഫക്റ്റ് ഗ്രാഫ് നിശ്ചലമായി. പിന്നീട് കുത്തനെ താഴേക്ക് പോയി. ഫിൻലൻഡ്, ഫ്രാൻസ്, നെതർലാൻഡ്സ്, വികസിത പടിഞ്ഞാറൻ യൂറോപ്പിലുടനീളം ഈ പാറ്റേൺ ദൃശ്യമാണ്. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ളവരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യൂറോപ്യൻ ഹാർട്ട്ലാൻഡിലെ മനുഷ്യരുടെ അവസ്ഥയാണിത്. പതിറ്റാണ്ടുകളായി കുതിച്ചു പാഞ്ഞ ആധുനിക ലോകത്തിന്റെ ബുദ്ധിയുടെ എഞ്ചിൻ ഐഡലിംഗിലായതുപോലെ, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ടതുപോലെ. ഈ ടെസ്റ്റുകളിൽ ഗവേഷകർ പ്രധാനമായും അളന്നത് മനുഷ്യന്റെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ്. അതായത് വളരെ സിമ്പിളായ ഒരു ചോദ്യം നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്ന പരീക്ഷണം. ഉദാഹരണത്തിന് ഈ സ്ക്രീനിലെ ചോദ്യം നോക്കൂ. ഇതൊരു ലളിതമായ റാവൻസ് പ്രോഗ്രസീവ് പസിലാണ്. ഈ ചോദ്യത്തിൽ 6ാമത്തെ ബോക്സിൽ വരുന്ന ഷേപ്പ് ഏതായിരിക്കും? 4 ഓപ്ഷനുകളുണ്ട്.
ഉത്തരം എ ആണ്. കാരണം ഓരോ ഷേപ്പും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി വീതം കറങ്ങുന്നുണ്ട്. ഈ ഉത്തരം നിങ്ങൾക്ക് 30 സെക്കൻഡ് കൊണ്ട് കിട്ടുന്നുണ്ടോ? 1 മിനിറ്റ് കൊണ്ട്? 2 മിനിറ്റ് കൊണ്ട്? ഇതാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളില്ലാതെ ഒരു ഉത്തരം കണ്ടെത്താൻ നിങ്ങളുടെ തലച്ചോറിനോട് ആവശ്യപ്പെടുമ്പോൾ അത് എത്രമാത്രം കാര്യക്ഷമതയോടെ പ്രതികരിക്കും എന്നതിൻ്റെ അളവ്. 1975 ശേഷം ജനിച്ചവർ ഇത് കണ്ടെത്താൻ ഏറെ സമയമെടുത്തു. ചിലർക്ക് ഉത്തരം ലഭിച്ചതുപോലുമില്ല. ഐക്യു ടെസ്റ്റുകളിൽ പരീക്ഷിച്ച മറ്റൊരു കാര്യം ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ്. ഇത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം കൊണ്ട് ആർജിക്കുന്ന അറിവാണ്. വൊക്കാബുലറി, സംസ്കാരത്തെയും ഭാഷയെയും കുറിച്ചുള്ള ധാരണ എന്നിവ. ജീവിതകാലം കൊണ്ട് കെട്ടിപ്പടുത്ത വിവരങ്ങളുടെ വെർച്വൽ ലൈബ്രറി. റിവേഴ്സ് ഫ്ലിൻ എഫക്റ്റ്, അതായത് തലമുറകൾ കഴിയും തോറും മനുഷ്യൻ ബുദ്ധി കുറഞ്ഞ സ്പീഷീസ് ആകുന്നു എന്ന സിദ്ധാന്തം ഏറ്റവും അധികം ബാധിക്കുന്നത് ഈ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ലൈബ്രറിയെയാണ്. വാക്കുകളുടെ അർത്ഥം, പര്യായ പദങ്ങൾ എന്നിവയടങ്ങുന്ന വൊക്കാബുലറി, ലോകത്തെക്കുറിച്ചുള്ള പൊതുവായ വസ്തുതകൾ, ചരിത്ര സംഭവങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന സെമാൻറ്റിക് നോളജ്, ഗണിതശാസ്ത്രം പ്രായോഗികമായി ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിംഗ് എന്നിവയിലെല്ലാം ചെറിയ പ്രായമുള്ളവർ വളരെ പിന്നോക്കം പോയി. നോർവീജിയൻ ഗവേഷകരുടെ പ്രധാന നിഗമനം ഇതാണ്: ഒരു 40-50 വർഷം കൊണ്ട് ഇത്രയും വലിയ മാറ്റം സംഭവിക്കുമ്പോൾ അത് ജനറ്റിക്സ് അല്ല. കാരണം പരിണാമം ഇത്ര വേഗത്തിൽ സംഭവിക്കില്ല. 1970-കൾക്ക് ശേഷം മനുഷ്യന്റെ ജീനിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ കാരണം തീർച്ചയായും എൻവയോൺമെന്റലായിരിക്കണം. അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം മനുഷ്യന്റെ ചിന്താലോകം ഇത്ര വലിയ ബുദ്ധിശക്തി ഇടിവിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ നോക്കൂ. ബുദ്ധിശക്തിയുടെ ഇടിവ് തുടങ്ങുന്നത് 1970-കളുടെ മധ്യത്തിൽ ജനിച്ചവരിലാണ്. കളർ ടെലിവിഷനും ആദ്യകാല ഹോം കമ്പ്യൂട്ടറുകളും വീഡിയോ ഗെയിമുകളും കണ്ടു വളർന്ന ആദ്യ തലമുറയിൽ പതിയെ ഫ്ലൂയിഡ് ഇൻ്റലിജൻസിന്റെയും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിന്റെയും കുറവ് തുടങ്ങി. മുൻ തലമുറയേക്കാൾ 5% വരെ കുറവ്. ഇന്റർനെറ്റിന്റെ ലോകത്ത് ജനിച്ച മില്ലേനിയലുകളിൽ ഇത് വേഗത കൈവരിച്ചു. സ്മാർട്ട് ഫോണുകളുടെയും അൽഗോരിതങ്ങളുടെയും ലോകത്ത് ജനിച്ച ജെൻസി, ജെൻ ആൽഫ എന്നിവരിലേക്ക് എത്തുമ്പോൾ ഇത് വല്ലാതെ താഴേക്ക് പതിക്കുന്നു. ടെക്നോളജിയിലെ മാറ്റം ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുക. പോക്കറ്റിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉള്ളപ്പോൾ എന്തിന് വസ്തുതകളും പദസമ്പത്തും കണക്കുകളും മനഃപാഠമാക്കണം? അറിവ് എന്നതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി. വിവരങ്ങൾ സ്വന്തം തലയ്ക്കുള്ളിൽ സൂക്ഷിക്കുന്നതിന് പകരം അത് പുറത്തുനിന്ന് എത്ര വേഗത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താം എന്നതിലായി ശ്രദ്ധ. നമ്മൾ ഓർമ്മശക്തി ക്ലൗഡിന് നൽകി, നാവിഗേഷൻ GPS-ന് കൊടുത്തു, കണക്കുകൂട്ടലുകൾ ആപ്പുകൾക്കും. ഇതിനെ കോഗ്നിറ്റീവ് ഓഫ് ലോഡിംഗ് എന്ന് വിളിക്കുന്നു. ഇതിന് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. വലിയ നോവലുകൾ മണിക്കൂറുകളോളം വായിച്ച് പദസമ്പത്ത് വർദ്ധിപ്പിച്ചിരുന്ന രീതിക്ക് പകരം സോഷ്യൽ മീഡിയയിലെ ചെറിയ പോസ്റ്റുകൾ സ്കാൻ ചെയ്യുന്ന രീതി വന്നു. ലാൻഡ്മാർക്കുകൾ നോക്കി വഴി കണ്ടുപിടിക്കുന്ന പതിവ് പോയി. വലിയൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം സ്വന്തമായി ചെയ്യുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കുന്നു. ഇവ വെറും സൗകര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ തലച്ചോറിനെ പരിശീലിപ്പിച്ചിരുന്ന മൈൻഡ് ജിംനേഷ്യത്തിൽ വന്ന മാറ്റങ്ങളാണ്. ചില വ്യായാമങ്ങൾ നിർത്തിയാൽ ആ പേശികൾക്ക് ബലക്ഷയം അഥവാ അട്രോഫി സംഭവിക്കും. കൂടാതെ നമ്മുടെ വിവരശേഖരം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അൽഗോരിതങ്ങളാണ്. അവ ആഴത്തിലുള്ള അറിവിനേക്കാൾ വൈകാരികവും ലളിതവുമായ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ശക്തമായ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ഏകാഗ്രത ഈ എളുപ്പവഴികളിൽ നശിക്കുന്നു. ചുരുക്കത്തിൽ മനുഷ്യവംശം വലിയൊരു ഷിഫ്റ്റിന് സാക്ഷ്യം വഹിക്കുകയാകാം. ഡിജിറ്റൽ സാക്ഷരതയിലും വിവരങ്ങൾ വേഗത്തിൽ ഫിൽട്ടർ ചെയ്യുന്നതിലും പുതിയ തലമുറ മിടുക്കന്മാരാകുന്നു. അതിനു പകരമായി നൂറ്റാണ്ടുകളായി നമ്മുടെ ചിന്തകളെ സ്വാധീനിച്ചിരുന്ന ആഴത്തിലുള്ള അറിവും ക്രിട്ടിക്കൽ തിങ്കിങ്ങും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാകാം. റിവേഴ്സ് ഫ്ലിൻ എഫക്റ്റ് എന്നാൽ മനുഷ്യന്മാരെല്ലാം മണ്ടന്മാരായി മാറുന്നു എന്നല്ല. നമ്മുടെ ബുദ്ധിശക്തി വെറും ബയോളജിക്കൽ സംഗതിയല്ല, നമ്മൾ ഉണ്ടാക്കിയ ഉപകരണങ്ങളാൽ രൂപപ്പെടുത്തുന്ന ഒന്നാണെന്നതിൻ്റെ തെളിവാണ്. മനുഷ്യൻ തങ്ങളുടെ തലമുറകളെ ബുദ്ധിമാന്മാരാക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് സ്കൂളുകൾ. കഴിഞ്ഞ 200 വർഷമായി ഫ്ലിൻ എഫക്റ്റിൻ്റെ ചാലകശക്തി വിദ്യാഭ്യാസമായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസം തന്നെ മാറിപ്പോയപ്പോൾ ഈ ബൗദ്ധിക തകർച്ച വേഗത്തിലാകുന്നു. പ്രധാന ആരോപണം വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഡംപിംഗ് ഡൗൺ ആണ്. ഇത് ഹോംവർക്ക് കുറയുന്നതിനെക്കുറിച്ചോ ഗ്രേഡിംഗ് എളുപ്പമാക്കുന്നതിനെക്കുറിച്ചോ മാത്രമല്ല, അടിസ്ഥാനപരവും ദൃഢവുമായ അറിവ്, ദ ഫൗണ്ടേഷണൽ ആൻഡ് കോൺക്രീറ്റ് നോളജ് ആർജിക്കുന്നതിൽ നിന്നും സ്കൂളുകൾ മാറിപ്പോയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ മോഡലിൽ ഗുണനപ്പട്ടികകൾ, ചരിത്രത്തിലെ പ്രധാന തീയതികൾ, വ്യാകരണ നിയമങ്ങൾ, കവിതകൾ, ശാസ്ത്രീയ സൂത്രവാക്യങ്ങൾ എന്നിവ ഹൃദിസ്ഥമാക്കുന്നതിന് അഥവാ റോട്ട് മെമ്മറൈസേഷൻ നടത്തുന്നതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അത് സുപ്രധാനമായ ഒരു കോഗ്നിറ്റീവ് ലക്ഷ്യവും നിറവേറ്റി. ഫാക്റ്റിന്റെ ശക്തമായ ആന്തരിക അടിത്തറ. ഈ അടിത്തറ അഥവാ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് ആണ് നിങ്ങളുടെ മസ്തിഷ്കം മറ്റെല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പ്രധാന ഡാറ്റാബേസ്. ഒന്നാം ലോകമഹായുദ്ധം എന്ന് നടന്നുവെന്നോ അതിലെ പ്രധാന സഖ്യങ്ങൾ ഏതൊക്കെയെന്നോ ട്രീറ്റി ഓഫ് വെഴ്സൈൽസ് എന്താണെന്നോ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാൻ കഴിയില്ല.
വാക്യഘടനയെക്കുറിച്ചും പദസമ്പത്തിനെക്കുറിച്ചും ശരിയായ ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സങ്കീർണമായ വാദത്തെ വിശകലനം ചെയ്യാൻ കഴിയില്ല. ആധുനിക കാലത്തെ മാറ്റം ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്കും ലേണിംഗ് ഹൗ ടു ലേണിലേക്കുമാണ്. വിവരങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ വസ്തുതകൾ വെറുതെ തലച്ചോറിൽ കുത്തിക്കയറ്റുന്ന രീതിക്ക് പ്രാധാന്യം കുറവാണ്. അവ എങ്ങനെ കണ്ടെത്തണം, എങ്ങനെ വിലയിരുത്തണം, എങ്ങനെ പ്രയോഗിക്കണം എന്നതിനാണ് പ്രാധാന്യം. അതിനാൽ നമ്മൾ വിദ്യാർത്ഥികളെ കാര്യങ്ങൾ ഗൂഗിളിറ്റ് ചെയ്യാനും പ്രൊജക്റ്റുകളിൽ സഹകരിക്കാനും ആശയങ്ങൾ മനസ്സിലാക്കാനും പഠിപ്പിക്കുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നത് അറിവിൻ്റെ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയയാണ്. ആ അടിത്തറ ആഴമില്ലാത്തതും ചിതറിക്കിടക്കുന്നതും ഇൻ്റർനെറ്റിനെ മാത്രം ആശ്രയിച്ചുള്ളതുമാണെങ്കിൽ ചിന്തയുടെ ഗുണനിലവാരവും ആഴമില്ലാത്തതാകും. ഹയർ ഓർഡർ സ്കില്ലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ ശക്തമായ ഒരു നോളജ് ബേസ് നിർമ്മിക്കാൻ നമ്മൾ മറന്നുപോയോ? ഒരു പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ ശ്രമിക്കാതെ അത് വിശകലനം ചെയ്യാൻ മാത്രമുള്ള ടൂളുകളാണോ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്? നമ്മുടെ മസ്തിഷ്കം കാര്യക്ഷമതയുള്ളൊരു മെഷീനാണ്. അവ ലളിതമായ ഒരു നിയമം പിന്തുടരുന്നു. ചുറ്റുപാടിൽ നിന്ന് എളുപ്പത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ നമ്മുടെ മസ്തിഷ്കം ശേഖരിച്ചു വെക്കില്ല. ഇന്റർനെറ്റിന് മുൻപ് ഇതിനുള്ള മസ്തിഷ്കത്തിന്റെ സോഴ്സുകൾ ലൈബ്രറികളും എൻസൈക്ലോപീഡിയകളും അറിവുള്ള മറ്റു മനുഷ്യരുമായിരുന്നു. ഇപ്പോൾ അത് നിങ്ങളുടെ പോക്കറ്റിലെ സ്മാർട്ട് ഫോണാണ്. സൈക്കോളജിസ്റ്റായ ബെറ്റ്സി സ്പാരോ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വിവരങ്ങൾ പിന്നീട് ഓൺലൈനിൽ കണ്ടെത്താമെന്ന് ആളുകൾക്കറിയാമെങ്കിൽ അവർ ആ വിവരങ്ങൾ ഓർമ്മിച്ചു വെക്കാൻ സാധ്യത കുറവാണെന്നാണ്. പകരം അത് എവിടെ കണ്ടെത്താം എന്ന് മാത്രമേ അവർ ഓർമ്മിക്കുന്നുള്ളൂ. നമ്മൾ വിവരങ്ങൾ തിരയുന്നതിൽ വിദഗ്ധരാകുന്നു, എന്നാൽ വിവരങ്ങൾ ഓർത്തു വെക്കുന്നതിൽ, റിട്ടൻഷൻ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ലോങ് ടൈം മെമ്മറി എന്നത് തലച്ചോറിൻ്റെ ഹാർഡ് ഡ്രൈവ് മാത്രമല്ല, അത് ബുദ്ധിശക്തിയുടെ അടിസ്ഥാനമാണ്. നമ്മൾ വസ്തുതകളും ആശയങ്ങളും ഓർമ്മയിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ അവയെ തലച്ചോറിൻ്റെ അറകളിൽ വെറുതെ അടക്കി വെക്കുകയല്ല ചെയ്യുന്നത്. പകരം നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് അവയെ നെയ്തെടുക്കുകയാണ്. ഓരോ പുതിയ ഓർമ്മയും പഴയ ഓർമ്മകളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അറിവിൻ്റെ സമ്പന്നമായ ഒരു ആന്തരിക വലയമുണ്ടാകുന്നു. ഈ വലയമാണ് ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ്, ഉപമകൾ അഥവാ അനലോജി, ക്രിയാത്മകമായ ചിന്തകൾ എന്നിവയ്ക്ക് നമ്മെ സഹായിക്കുന്നത്. ഇനി ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ കച്ചവടമായ ആപ്പ് ലേണിംഗ് നോക്കാം. കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ പുതിയ തലമുറ ഉപയോഗിക്കുന്ന കുറുക്കുവഴിയാണ് ഗെയിമിഫിക്കേഷൻ ഓഫ് ലേണിംഗ്. ആപ്പുകൾ പഠനത്തെ ഒരു ഗെയിം പോലെ മാറ്റുന്നു. പഠനത്തിൽ താല്പര്യം വർദ്ധിപ്പിക്കുമെങ്കിലും ഇതിലൊരു ചതിക്കുഴിയുണ്ട്. നമ്മുടെ തലച്ചോറിലെ ഡോപാമൈൻ റിവാർഡുകളെയാണ് ഇത്തരം സിസ്റ്റങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ബാഡ്ജുകൾക്കും പോയിന്റുകൾക്കും വേണ്ടി പുതിയ തലമുറ പഠിക്കുന്നു. എന്നാൽ ഈ റിവാർഡുകൾ നിലയ്ക്കുമ്പോൾ പഠനം തുടരുമോ? ആഴത്തിലുള്ള ചിന്തകൾക്ക് ഇത്തരം പോയിന്റുകളോ അനിമേഷനുകളോ ഉണ്ടാകില്ല. ഒരു വലിയ ശാസ്ത്ര പ്രശ്നം പരിഹരിക്കാൻ വലിയ പരിശ്രമം ആവശ്യമാണ്. ചെറിയ പ്രതിഫലങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് വളരുന്ന ഒരു തലമുറയ്ക്ക് വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയാതെ വന്നേക്കാം. ഈ ആന്തരിക വലയം നിർമ്മിക്കുന്നത് നിർത്തി നമ്മൾ പൂർണ്ണമായും ഇന്റർനെറ്റിനെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശേഷി ദുർബലമായേക്കാം. ഇതുവരെ തൻ്റെ ലൈബ്രറിയിലെ ഒരു പുസ്തകവും വായിച്ചിട്ടില്ലാത്ത ലൈബ്രറിയനെ പോലെ നമ്മുടെ തലച്ചോർ മാറുന്നു. ഇന്റർനെറ്റിലെ ഡെവി ഡെസിമൽ സിസ്റ്റം അനുസരിച്ച് അയാൾക്ക് പുസ്തകങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നറിയാം. എന്നാൽ അയാൾ അതിലൊരു പുസ്തകം പോലും വായിച്ചു നോക്കിയിട്ടില്ല. നമ്മൾ ജീവിക്കുന്നത് തടസ്സങ്ങളുടെ, ഇന്ററപ്ഷനുകളുടെ ഒരു ഇക്കോസിസ്റ്റത്തിലാണ്. നോട്ടിഫിക്കേഷനുകൾ, മൾട്ടി ടാബ് ബ്രൗസിംഗ്, അവസാനമില്ലാത്ത സ്ക്രോളിംഗ്, ഇതൊക്കെയാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ബ്രെയിൻ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. കാൽ ന്യൂപോർട്ടിനെ പോലുള്ള ന്യൂറോ സയന്റിസ്റ്റുകളും ജോഹൻ ഹാരിയെ പോലുള്ള ചിന്തകരും വാദിക്കുന്നത് ഇത് നമ്മുടെ തലച്ചോറിനെ ഒരു ഡീപ്പ് ഫോക്കസിന് വേണ്ടിയല്ല പരിശീലിപ്പിക്കുന്നത് എന്നാണ്. വലിയ ഡാറ്റാബേസുകൾ ഇപ്പോൾ നമ്മുടെ തലച്ചോർ സൂക്ഷിക്കാറില്ല. അതിപ്പോഴും എളുപ്പവഴി തേടുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾ ബുദ്ധി കൊണ്ട് പരിഹരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും മനുഷ്യന്റെ തലച്ചോർ നടത്തുന്ന തയ്യാറെടുപ്പിനെ ഡയറക്റ്റഡ് അറ്റൻഷൻ എന്ന് വിളിക്കുന്നു. ഡയറക്റ്റ് അറ്റൻഷൻ വേണമെങ്കിൽ തലച്ചോറിന്റെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് സജീവമായിരിക്കണം. കാരണം പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോകുന്ന കാര്യങ്ങൾ അടക്കി നിർത്തി ഏകാഗ്രത നൽകുന്നത്. ഇതിന് വലിയ തോതിൽ ഊർജവും ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ഡിജിറ്റൽ അറ്റ്മോസ്ഫിയർ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ നിരന്തരം തകർക്കുന്നു. പുതിയ തലമുറയുടെ ഫോണിൽ ലഭിക്കുന്ന ഓരോ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒരു കോഗ്നിറ്റീവ് കോണ്ടെക്സ്റ്റ് സ്വിച്ചാണ്. ആ നോട്ടിഫിക്കേഷൻ എന്താണ് എന്ന് നോക്കിയ ശേഷം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ 20 മിനിറ്റിലധികം സമയമെടുത്തേക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു. ഫലത്തിൽ നമ്മൾ നമ്മുടെ തലച്ചോറിന് അറിഞ്ഞുകൊണ്ട് ADHD നൽകുകയാണ്. ഇതിന്റെ ഫലമായി നമ്മൾ കാര്യത്തിൽ വേഗത്തിൽ സ്കാൻ ചെയ്യുന്നതിലും പ്രതികരിക്കുന്നതിലും മിടുക്കനാകും. എന്നാൽ ആഴത്തിലുള്ള ചിന്താശേഷി പുതുതലമുറയ്ക്ക് നഷ്ടപ്പെടുന്നു. ഒരു പുസ്തകം 1 മണിക്കൂർ ശ്രദ്ധയോടെ വായിക്കാൻ അവർക്ക് കഴിയില്ല. ഡീപ്പ് റീഡിംഗ് ഏതാണ്ട് അസാധ്യം. ടോൾസ്റ്റോയുടെ ഒരു നോവലോ ചരിത്ര ഗ്രന്ഥമോ വായിക്കുന്നത് വെറുമൊരു വിനോദമല്ല. അത് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വ്യായാമമാണ്.
റീഡർ കം ഹോം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മരിയാനെ വോൾഫ് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ നമ്മൾ റീഡിംഗ് ബ്രെയിന് പകരം ഒരു സ്കിമ്മിംഗ് ബ്രെയിൻ വികസിപ്പിച്ചെടുക്കുകയാണ്. സ്കിമ്മിംഗ് ബ്രെയിൻ വാർത്താ തലക്കെട്ടുകൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും നല്ലതാണ്. എന്നാൽ ജ്ഞാനവും ക്ഷമയും സൂക്ഷ്മമായ ധാരണയും ഉണ്ടാക്കാൻ അത് പര്യാപ്തമല്ല. നമ്മൾ വായന ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ശീലങ്ങൾ മാത്രമല്ല മാറുന്നത്, നമ്മുടെ തലച്ചോറിന്റെ ന്യൂറോളജിക്കൽ സർക്യൂട്ടറി പോലും മാറുന്നു എന്നാണ് ഇതിനർത്ഥം. പുതിയ തലമുറയുടെ തലച്ചോറിന് വലിപ്പം കുറയുന്നുവെന്ന് സമർത്ഥിക്കാൻ ചില ഗവേഷകർ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കോഗ്നിറ്റീവ് ഓഫ് ലോഡിംഗ്. തലച്ചോറിന്റെ അധ്വാനം ഒഴിവാക്കാൻ ഒരു ടൂൾ ഉപയോഗിക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് ഓഫ് ലോഡിംഗ് അർത്ഥമാക്കുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. എഴുത്ത് പോലും ഒരുതരം കോഗ്നിറ്റീവ് ഓഫ് ലോഡിംഗ് ആണ്. ഓരോ കവിതകളും ഓർത്തുവെക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് മനുഷ്യർ അവ എഴുതി വെച്ചത്. എന്നാൽ പുതിയ ടൂളുകൾ പേന പോലെ അത്ര ലളിതമല്ല. ഉദാഹരണത്തിന് GPS-ന്റെ കാര്യം എടുക്കുക. ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാരിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് നടത്തിയ ഒരു പഠനമുണ്ട്. നഗരത്തിലെ സങ്കീർണമായ വഴികൾ ഹൃദിസ്ഥമാക്കിയ പഴയ ഡ്രൈവർമാരെയും GPS ഉപയോഗിക്കുന്നവരെയും തമ്മിൽ അവർ താരതമ്യം ചെയ്തു. ടാക്സി ഡ്രൈവർമാരുടെ ഓർമ്മയ്ക്കും ഗതി നിർണ്ണയത്തിനും സഹായിക്കുന്ന ഭാഗമായ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് GPS ഉപയോഗിക്കാത്തവരിൽ വലിപ്പം കൂടിയാണ് കണ്ടത്. ഉപയോഗത്തിനനുസരിച്ച് അത് വളരുകയായിരുന്നു. എന്നാൽ GPS-നെ മാത്രം ആശ്രയിക്കുമ്പോൾ തലച്ചോറിന്റെ ആ ഭാഗത്തിന് ജോലിയില്ലാതാകുന്നു. പുതുതലമുറ ടാക്സി ഡ്രൈവർമാർ സ്വന്തമായി ഒരു കോഗ്നിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുന്നതിന് പകരം GPS-ന്റെ ഓഡിയോ നിർദ്ദേശങ്ങൾ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാനുള്ള കഴിവ് അവിടെ നശിക്കുന്നു. കണക്കുകൂട്ടലുകളുടെയും ഓർമ്മയുടെയും കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഗൂഗിളിൽ നിമിഷങ്ങൾക്കുള്ളിൽ കിട്ടുന്ന വിവരങ്ങൾ എന്തിനു ഓർത്തു വെക്കണം? ഫോണിൽ കാൽക്കുലേറ്റർ ഉള്ളപ്പോൾ എന്തിനെ കണക്ക് കൂട്ടാൻ തല പുകയ്ക്കണം? ഇതിന്റെ പെട്ടെന്നുള്ള കാര്യക്ഷമത തള്ളിക്കളയാനാവില്ല. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് സ്കിൽ ഡീകെ അഥവാ നൈപുണ്യ തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഇതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലെ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ് തത്വം. ഇത്തരം ടൂളുകൾക്ക് അടിമയാകുമ്പോൾ തലച്ചോറിലെ ന്യൂറൽ പാത്വേസ് ദുർബലമാകുന്നു. നാം ആഴത്തിലുള്ള അറിവിന് പകരം വെറും താൽക്കാലികമായ വിവര ലഭ്യത തിരഞ്ഞെടുക്കുന്നു. നിക്കോളാസ് കാർ തന്റെ ദ ഷാലോസ് എന്ന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഇന്റർനെറ്റ് നമ്മുടെ തലച്ചോറിനെ സ്കിമ്മിംഗ് ചെയ്യാൻ പാകത്തിൽ മാറ്റിയെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഇതാണ്: മീഡിയ എന്നത് വെറുമൊരു സന്ദേശവാഹകനല്ല, അത് മനസ്സിനെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. പുസ്തകങ്ങൾ ശാന്തതയും ഏകാഗ്രതയും ആവശ്യപ്പെടുന്നു. അത് സങ്കീർണമായ കാര്യങ്ങൾ ക്ഷമയോടെ പിന്തുടരാൻ നമ്മളെ പഠിപ്പിക്കും. എന്നാൽ ഹൈപ്പർ ലിങ്കുകളും നോട്ടിഫിക്കേഷനുകളും നിറഞ്ഞ ഇന്റർനെറ്റ് പുതുതലമുറയുടെ ശ്രദ്ധ ചിതറിക്കുന്ന യന്ത്രമാണ്. നിക്കോളാസ് കാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ടെക്നോളജിയെ അമിതമായി ആശ്രയിക്കുന്ന പുതുതലമുറ വെറും സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സായി മാറുന്നു. വിവരങ്ങൾ വേഗത്തിൽ കൈമാറുന്നുണ്ട് എങ്കിലും അവയെ വ്യക്തിപരമായ അറിവായി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. ഇനി ബൗദ്ധിക ലോകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ മറ്റ് 2 സിദ്ധാന്തങ്ങൾ കൂടി പരിശോധിക്കാം. ഒന്ന് ദ ഡൈജീനിക് ഫെർട്ടിലിറ്റി ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഉയർന്ന വിദ്യാഭ്യാസവും ഐക്യുവുമുള്ള നല്ല ബുദ്ധിയുള്ള രക്ഷിതാക്കൾ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ജന്മം നൽകുന്നത്. 1 or 2. ജനസംഖ്യയിലെ ഈ അൺബാലൻസിംഗ് മൂലം തലമുറകളുടെ ബുദ്ധിശക്തി കുറയുന്നുവെന്ന വിവാദപരമായ ആശയമാണിത്. എന്നാൽ മിക്ക ശാസ്ത്രജ്ഞരും ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല. കാരണം ജനിതകപരമായ മാറ്റത്തിന് അത്ര ചെറിയ സമയം പോരാ. രണ്ടാമത്തേത് പല ശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്ന എൻവയോൺമെന്റൽ ആൻഡ് ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ആണ്. ആധുനിക ലോകത്തെ ജീവിത രീതി നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്നുണ്ട്. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങളും തലച്ചോറിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൈക്രോ ന്യൂട്രിയന്റുകളുടെ കുറവും ഇതിന് കാരണമാകും. മൈക്രോപ്ലാസ്റ്റിക്സ് മുതൽ വായുമലിനീകരണം വരെയുള്ള ഘടകങ്ങൾ പുതുതലമുറയുടെ മസ്തിഷ്ക വികാസത്തെ ദോഷകരമായി ബാധിക്കുന്നു. ന്യൂറോടോക്സിക് എഫക്ട്സ് എന്നാണ് അതിന് പേര്. ഇനി കൃത്രിമ ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലമുറകളുടെ ബുദ്ധി ക്ഷയിപ്പിക്കുന്നു എന്ന തിയറികൾ നോക്കാം. 21-ാം നൂറ്റാണ്ടിൽ ബുദ്ധിശക്തി അളക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അറിയാം എന്നതിലല്ല, മറിച്ച് AI ടൂളുകൾ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാം എന്നതിലായിരിക്കും. ഇത് പ്രോംപ്റ്റ് എഞ്ചിനീയർമാരുടെ കാലമാണ്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക, AI നൽകുന്ന ഉത്തരങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക എന്നതാണ് പ്രധാനം. ഇതൊരു വലിയ മാറ്റമാണ്. ഇത് മനുഷ്യന്റെ തലച്ചോറിനെ വിവരങ്ങൾ ശേഖരിക്കുന്ന സെർവറുകൾ എന്നതിൽ നിന്ന് അവയെ നിയന്ത്രിക്കുന്ന മാനേജർമാരാക്കി മാറ്റുന്നു. പക്ഷേ ഇതൊരു അപകടം പിടിച്ച മാറ്റം കൂടിയാണ്. ഉയർന്ന തലത്തിലുള്ള വിവേചന ബുദ്ധി പുതിയ തലമുറ വളർത്തിയെടുത്തില്ലെങ്കിൽ അവർ AI നൽകുന്ന ഉത്തരങ്ങളുടെ വെറും ഉപഭോക്താക്കൾ മാത്രമായി മാറും. അപ്പോൾ നമ്മൾക്ക് ശേഷമുള്ള തലമുറകളെല്ലാം വിഡ്ഢികളായി മാറിക്കൊണ്ടിരിക്കുകയാണോ? തെളിവുകൾ സൂചിപ്പിക്കുന്നത് അവർ വിഡ്ഢികളാകുകയല്ല, മറിച്ച് ഒരു ഗ്രേറ്റ് കോഗ്നിറ്റീവ് ട്രേഡ് ഓഫ്, ബുദ്ധിപരമായ കൈമാറ്റം നടക്കുകയാണ് എന്നാണ്. അവർ ആഴത്തിലുള്ള ഏകാഗ്രതയ്ക്ക് പകരം പരന്ന അറിവിനെ സ്വീകരിക്കുന്നു. തനിയെയുള്ള ചിന്തയ്ക്ക് പകരം മെഷീൻ ലേണിംഗിന്റെ എളുപ്പവഴി തേടുന്നു. തർക്കങ്ങളിലെ വൈവിധ്യത്തിന് പകരം കംഫർട്ടബിളായ വ്യക്തിഗത വിവരങ്ങൾക്ക് പുറകെ പോകുന്നു.
പുതിയ തലമുറയ്ക്ക് ബുദ്ധി കുറവാണെന്ന് പറഞ്ഞു വെച്ചാൽ എനിക്കോ നിങ്ങൾക്കോ അവർ മാപ്പ് തന്നെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മറുപക്ഷം പറയുന്നത് കൂടി കേൾക്കണം. പുതിയ തലമുറ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് എന്ന് വാദിക്കുന്നവരുടെ സിദ്ധാന്തങ്ങൾ കൂടി. അതാണ് അടുത്ത സെഷനിൽ വിവരിക്കുന്നത്. റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റ് വെറും സെൻസേഷന് വേണ്ടി ഉണ്ടാക്കിയ തിയറിയാണെന്നാണ് ജെൻസിയെയും ജെൻ ആൽഫയെയും അനുകൂലിക്കുന്നവരുടെ പ്രധാന വാദം. അവർ പറയുന്നത് കുട്ടികളുടെ ബുദ്ധിശക്തിയും ഐക്യവും അളക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന ആ അളവുകോൽ, അതായത് സ്റ്റാൻഡേർഡ് ഐക്യു ടെസ്റ്റ്, ഒരു പാഴ്പണിയാണ് എന്നാണ്. കുട്ടികളുടെ ബുദ്ധിശക്തി സ്റ്റാൻഡേർഡ് ഐക്യു ടെസ്റ്റുകൾ ഉപയോഗിച്ച് അളക്കുന്നത് ഒരു ഡയലപ്പ് മോഡം ഉപയോഗിച്ച് സ്മാർട്ട് ഫോണിന്റെ പ്രോസസ്സിംഗ് പവർ അളക്കാൻ ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് അവരുടെ തുടർവാദങ്ങൾ. പറയാം, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു കുറവിനെയല്ല, മറിച്ച് വലിയൊരു മാറ്റത്തെയാണ് നോക്കിക്കാണേണ്ടത്. 2000-ന് ശേഷം ജനിച്ച തലമുറയെ നാം ശ്രദ്ധിക്കണം. ജെൻസി, പിന്നെ വളർന്നു വരുന്ന ജെൻ ആൽഫയും. ഇതൊരു തളർച്ചയുടെ കഥയല്ല, ഇതൊരു കോഗ്നിറ്റീവ് എവല്യൂഷന്റെ കഥയാണ്. അവരുടെ സവിശേഷമായ ഇന്റലിജൻസിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒന്നാമതായി, ദി ഡിജിറ്റൽ നേറ്റീവ് റീവൈർഡ് ഇന്റലിജൻസിനെ കുറിച്ചാണ്. ഇത് വെറും ആപ്പുകൾ ഉപയോഗിക്കാൻ അറിയുന്നതിനെ കുറിച്ചല്ല. 90-കൾക്ക് മുമ്പ് ജനിച്ചവർക്ക് സാങ്കേതികവിദ്യ എന്നത് പിന്നീട് നേടിയെടുത്ത ഒരു ഉപകരണമാണ്. 43 വയസ്സുള്ള എൻ്റെ തലമുറ ആദ്യം ഡോസ് കമാൻഡ്സ് പഠിച്ചു, ഡിസ്കുകളിൽ നിന്ന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, ഇന്റർനെറ്റിൽ ലോഗിൻ ചെയ്തു. എന്നാൽ 2000-ന് ശേഷമുള്ള തലമുറയ്ക്ക് ഡിജിറ്റൽ ലോകം ഒരു ഉപകരണമല്ല, അത് അവരുടെ എക്കോസിസ്റ്റമാണ്. അവർ നീന്തി തുടിക്കുന്ന കടലാണത്. ഇത് വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിലും സിസ്റ്റങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അവർക്ക് ജന്മന ഒരു പ്രാവീണ്യം നൽകുന്നു. ആ വാക്ക് ഓർമ്മ വെക്കണം, ജന്മന. ഇതൊരു സവിശേഷമായ കോഗ്നിറ്റീവ് സ്കിൽ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 15 വയസ്സുകാരൻ പ്രത്യേകിച്ച് ഓൺലൈനിൽ പോകുന്നില്ല. അവർ എപ്പോഴും ആ കണക്ഷനിൽ തന്നെ ജീവിക്കുകയാണ്. ഒരേ സമയം ഒരു ഇൻസ്റ്റഗ്രാം ട്യൂട്ടോറിയൽ, ഹോംവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ചാറ്റ്, ഒരു ലൈവ് സ്ട്രീമിംഗ് ഗെയിം, പിന്നെ ഒരു സ്പോട്ടിഫൈ പ്ലേലിസ്റ്റ്. ഇവയ്ക്കിടയിലൂടെ അവർ അനായാസം സഞ്ചരിക്കുന്നു. അവരുടെ തലച്ചോറ് പാരലൽ പ്രോസസ്സിംഗ്, ദൃശ്യങ്ങളിലും വിവരങ്ങളിലും വേഗത്തിലുള്ള പാറ്റേൺ റെക്കഗ്നിഷൻ, പിന്നെ ഇൻറ്റ്യൂറ്റീവ് ഇന്റർഫേസ് ലിറ്ററസി എന്നിവയിൽ അസാമാന്യമായ കഴിവ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ വെറും ടെക് സാവി എന്ന് വിളിച്ച് ചെറുതാകരുത്. ഇതൊരു തരം ആംബിയന്റ് ഇന്റലിജൻസ് ആണ്. വിവരങ്ങൾ എല്ലായിടത്തും ലഭ്യമാണെന്ന് അവരുടെ കോഗ്നിറ്റീവ് മോഡൽ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. അതുകൊണ്ട് പ്രധാനപ്പെട്ട കഴിവ് കാണാപാഠം പഠിക്കലല്ല, മറിച്ച് ഇവാലുവേഷനും സിന്തസിസുമാണ് എന്ന് ഈ തലമുറ വിശ്വസിക്കുന്നു. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? അതൊരു പഴഞ്ചൻ ചോദ്യമാണ്. ആ ചോദ്യത്തിന് പുതിയ തലമുറയിലെ അതിശയകരമാം വിധം ബുദ്ധിയുള്ള കുട്ടികൾ ഒരു മറുചോദ്യവും ഉത്തരവും ഉണ്ടാക്കും. എങ്ങനെ എനിക്ക് ഏറ്റവും വേഗത്തിലും വിശ്വസനീയമായും ഉസ്ബെക്കിസ്ഥാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ടെത്താം, അവരുടെ ചരിത്രവുമായി താരതമ്യം ചെയ്യാം, എന്നിട്ട് അതൊരു റിപ്പോർട്ടാക്കി മാറ്റാം എന്ന ചോദ്യത്തിലേക്ക് അവർ ആ പ്രശ്നത്തെ മാറ്റും. ഇത് പ്രോബ്ലം സോൾവിങ്ങിന്റെ കൂടുതൽ ആധുനികമായ രൂപമാണ്. അവരുടെ ഇന്റലിജൻസ് പല വിധത്തിൽ ഔട്ട്സോഴ്സ്ഡും നെറ്റ്വർക്ക്ഡുമാണ്. ഒരു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റമിലെ സെൻട്രൽ പ്രോസസ്സറാണ് അവരുടെ തലച്ചോറ്. ആ പ്രോസസ്സറിന്റെ ലോക്കൽ സ്റ്റോറേജ് കപ്പാസിറ്റി മാത്രം നോക്കി അതിനെ വിലയിരുത്തുന്നത് അതിന്റെ ഡിസൈനിന്റെ ഉദ്ദേശം തന്നെ മറക്കുന്നതിന് തുല്യമാണ്. ഇന്റർനെറ്റിന് മുൻപ് സിസ്റ്റൈൻ ചാപ്പൽ പെയിന്റ് ചെയ്തത് ആരാണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ അത് മനഃപ്പാടമാക്കിയിരിക്കണം, അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കണം. അതുമല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോയി പുസ്തകം നോക്കണം. വിവരങ്ങൾ തലച്ചോറിനുള്ളിൽ സൂക്ഷിക്കുന്നതും അവ വീണ്ടെടുക്കുന്നതും അത്യന്താപേക്ഷിതമായിരുന്നു. അറിവ് എന്നത് ആന്തരികമായിരുന്നു. ഇന്ന് ആ വിവരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അവ ക്ലൗഡിൽ ലഭ്യമാണ്. തലച്ചോറിന്റെ കോഗ്നിറ്റീവ് ഇൻസെന്റീവ് ഇപ്പോൾ മാറിയിരിക്കുന്നു. വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിലല്ല, മറിച്ച് അവ ലഭ്യമാക്കുന്നതിലാണ് ഇപ്പോൾ പ്രാധാന്യം. എനിക്കിതറിയാമോ എന്നതല്ല, മറിച്ച് എത്ര വേഗത്തിലും ക്രിയാത്മകമായും എനിക്കിത് കണ്ടെത്താനും സമാഹരിക്കാനും കഴിയും എന്നതാണ് ഇന്നത്തെ സ്കിൽ. ഇതൊരു പുതിയ കോഗ്നിറ്റീവ് പ്രൊഫൈൽ സൃഷ്ടിക്കുന്നു. ഇന്നത്തെ ഒരു 19 വയസ്സുകാരന് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ പേരുകൾ ക്രമമായി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ അവർക്ക് ആ രാജാക്കന്മാരുടെ ജീവചരിത്രം എടുക്കാനും ഡാറ്റ ഉപയോഗിച്ച് അവരുടെ സാമ്പത്തിക നയങ്ങൾ വിശകലനം ചെയ്യാനും അവരെക്കുറിച്ചുള്ള അക്കാഡമിക് സംവാദങ്ങൾ കണ്ടെത്താനും ഒരു മൾട്ടിമീഡിയ പ്രസന്റേഷൻ തയ്യാറാക്കാനും കഴിയും. അവർ മാപ്പ് മനഃപ്പാടമാക്കിയിട്ടില്ല, പകരം കോമ്പസും ടെറൈനും എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചു. സാംസ്കാരിക സാക്ഷരതയുടെ ബെഞ്ച് മാർക്ക് മാറിയിരിക്കുന്നു. ഷേക്സ്പിയറെ ഉദ്ധരിക്കുന്നതിന് പകരം അവരൊരു വൈറൽ ടിക്ടോക്ക് ഫിലോസഫറെയോ വീഡിയോ എസ്സേയിസ്റ്റിനെയോ ഉദ്ധരിച്ചേക്കാം. പക്ഷേ അതിന് പിന്നിലെ ആശയത്തെയോ വികാരത്തെയോ മനസ്സിലാക്കുന്ന രീതി ഒന്നു തന്നെയാണ്. ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാറിയതിനെ നമ്മൾ ലൈബ്രറിയുടെ പരാജയമായി തെറ്റിദ്ധരിക്കുകയാണ്. രണ്ടാമതായി, ദ ഫോർമലൈസ്ഡ് മൈൻഡ് എന്ന മറുസിദ്ധാന്തം നോക്കാം. ആധുനിക വിദ്യാഭ്യാസത്തെ വിമർശിക്കുന്നവർ അതിന് നിലവാരമില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഡാറ്റ നോക്കൂ. മുൻപത്തെ ഏതൊരു തലമുറയേക്കാളും കൂടുതൽ ജൻസി പൗരന്മാർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു. ഇതൊരു വലിയ വസ്തുതയാണ്.
ഹൈസ്കൂളല്ല, മറിച്ച് ഒരു പ്രൊഫഷണൽ ബിരുദമാണ് ഇന്നത്തെ ബേസ് ലൈൻ. ഗ്രേഡുകളിലെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ചില ബിരുദങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് തർക്കമുണ്ടാകാം. പക്ഷേ വലിയൊരു തലത്തിൽ നോക്കിയാൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ കൂട്ടായ ഒഴുക്ക് അർത്ഥമാക്കുന്നത് കൂടുതൽ ആളുകൾ ക്രിട്ടിക്കൽ അനാലിസിസ്, റിസർച്ച് മെത്തഡോളജീസ്, തിയററ്റിക്കൽ ഫ്രെയിംവർക്സ്, പിന്നെ സവിശേഷമായ അറിവുകൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുന്നുവെന്നാണ്. ജെൻസിയെ 2K തലമുറയെ കളിയാക്കുന്നവർക്കുള്ള മറുപടി ഇനിയുമുണ്ട്. ഒരു നോളജ് എക്കോണമിക്ക് വേണ്ടി പരുവപ്പെട്ടതാണ് 2K ജനറേഷന്റെ തലച്ചോറ്. കോഡിംഗ് സിൻടാക്സ് മുതൽ എക്കണോമിക് മോഡലുകളും സോഷ്യോളജിക്കൽ തിയറികളും വരെയുള്ള വിവിധ വിഭാഗങ്ങളിൽ ചിന്തിക്കാൻ അവർ പഠിക്കുന്നു. നമ്മുടെ 90s ജനറേഷനെ പോലെ എല്ലാ കാര്യങ്ങളും കുറച്ചറിയുന്ന റിനേസൻസ് മാൻ എന്ന രീതിയിൽ നിന്ന് മാറി നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്ന സാങ്കേതിക വിദ്യകളിലും സിസ്റ്റങ്ങളിലും പ്രാവീണ്യമുള്ളവരായി അവർ മാറുന്നു. അവർ വെറും കൈപ്പണിക്കാരല്ല, എഞ്ചിനീയർമാരാണ്. മടിയന്മാരായ കുട്ടികളെന്നാണ് ജെൻസിയോടും ജെൻ ആൽഫയോടുമുള്ള മറ്റൊരാക്ഷേപം. പഠനങ്ങൾ കാണിക്കുന്നത് ജെൻസി വളരെയധികം പ്രായോഗിക ബുദ്ധിയുള്ളവരും ഉപയോഗപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരുമാണെന്നാണ്. പ്രാഗ്മാറ്റിക് ആൻഡ് യൂട്ടിലിറ്റേറിയൻ. കാലാവസ്ഥാ വ്യതിയാനം, രാഷ്ട്രീയ അസ്ഥിരത, സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവയുള്ള ഒരു ലോകമാണ് അവർക്ക് ലഭിച്ചത്. ഇത് വെറും ആദർശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചു. അവർക്ക് മാറ്റങ്ങൾ വരുത്തണം. അത് അവരുടെ എന്റർപ്രീനിയലായ കാര്യത്തിൽ പ്രതിഫലിക്കുന്നു. അവരുടെ ബുദ്ധി പ്രായോഗികമാണ്. ഒരു പ്രശ്നം കണ്ടാൽ ഉടൻ അതിനൊരു ആപ്പ് നിർമ്മിക്കാനോ ഒരു സൈഡ് ബിസിനസ് തുടങ്ങാനോ ഒരു ഇൻസ്റ്റഗ്രാം ക്യാമ്പയിൻ ഉണ്ടാക്കാനോ ആണ് അവർ ശ്രമിക്കുന്നത്. യൂട്യൂബ്, ഷോപ്പിഫൈ, ക്വിക്ക് സ്റ്റാർട്ടർ എന്നിവ അവർക്ക് വെറും വിനോദമല്ല, അത് അവരുടെ ഫാക്ടറികളും ബിസിനസ് ഇൻക്യുബേറ്ററുകളുമാണ്. ഇത് ബുദ്ധിശക്തിയെ ഒരു ആക്റ്റീവായി കാണുന്ന രീതിയാണ്. വെറുതെ അറിവ് നേടുക എന്നതല്ല, മറിച്ച് എന്തെങ്കിലും നിർമ്മിക്കുക എന്നതാണ് പ്രധാനം. സിസ്റ്റങ്ങളെ വിഭജിച്ച് അവയിലെ പോരായ്മകൾ കണ്ടെത്താനും കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനും അവർ മിടുക്കരാണ്. അവർ MVP, മിനിമം വയബിൾ പ്രൊഡക്ട്സ് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. തിയറികളിൽ മാത്രം നിൽക്കാതെ പരീക്ഷിച്ചു നോക്കി മാറ്റങ്ങൾ വരുത്തുന്ന രീതിയാണത്. ഇതൊരു അതിജീവന തന്ത്രമാണ്. ഇതൊരിക്കലും ഒരു പരമ്പരാഗത സ്റ്റാൻഡേർഡൈസ്ഡ് IQ ടെസ്റ്റിൽ കാണാൻ കഴിയില്ല. മാനസികാരോഗ്യം, സാമൂഹിക നീതി, ഐഡന്റിറ്റി എന്നിവയിൽ ജെൻസി കൂടുതൽ അവബോധം കാണിക്കുന്നു. ആങ്സൈറ്റി, ഡിപ്രഷൻ, ബേൺഔട്ട് എന്നിവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നു. അവർ കാര്യങ്ങളെ സിസ്റ്റങ്ങളായി കാണുന്നു. ഓരോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും ഓരോ നിയമങ്ങളുണ്ടാകാം. അവിടെയൊക്കെ സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ, കോഡ് സ്വിച്ച് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇത് സങ്കീർണമായ മനുഷ്യ സമൂഹങ്ങളെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ്. 21ാം നൂറ്റാണ്ടിൽ സഹകരണ മനോഭാവമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ ഇത്തരം ഇമോഷണൽ സാക്ഷരതയും സിസ്റ്റമിക് അനാലിസിസും അനിവാര്യമാണ്. ഇനി മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. സ്ഥിരതയുള്ളൊരു ലോകം ജെൻസി കണ്ടിട്ടില്ല. 9/11, 2008 സാമ്പത്തിക പ്രതിസന്ധി, സ്മാർട്ട് ഫോൺ വിപ്ലവം, പാൻഡമിക്, ഇപ്പോൾ AI. അങ്ങനെ നിരന്തരമായ മാറ്റങ്ങളിലൂടെയാണ് അവർ വളർന്നത്. അതുകൊണ്ട് തന്നെ അഡാപ്റ്റബിലിറ്റി എന്നത് അവർ പഠിച്ച ഒന്നല്ല. അവരുടെ ബുദ്ധിയുടെ അടിസ്ഥാന ഘടന തന്നെ അഡാപ്റ്റബിലിറ്റിക്കനുസരിച്ച് രൂപപ്പെട്ടതാണ്. അവർക്ക് വലിയ രീതിയിലുള്ള കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് ഒരാശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗത്തിൽ മാറാനും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തകളെ മാറ്റാനും അവർക്ക് കഴിയും. അവരുടെ കരിയർ ഒരു നേർരേഖയിലായിരിക്കില്ല. അവരുടെ ഉപകരണങ്ങൾ 5 വർഷം കൊണ്ട് കാലഹരണപ്പെടും. അതുകൊണ്ട് അവരുടെ തലച്ചോർ പ്ലാസ്റ്റിസിറ്റിക്ക് മുൻഗണന നൽകുന്നു. പഴയ രീതികളിൽ ഉറച്ചു നിൽക്കുന്നവരല്ല അവർ. ഓരോ കാര്യത്തിലും അപ്ഡേറ്റുകളും മാറ്റങ്ങളും അവർ പ്രതീക്ഷിക്കുന്നു. ഇത് കുട്ടിക്കുരങ്ങന്റെ മനസ്സായി തോന്നാം, പക്ഷേ ബുദ്ധിയുടെ തലത്തിൽ ഇതൊരു മികച്ച അതിജീവന രീതിയാണ്. അവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അജൈൽ സോഫ്റ്റ്വെയർ പോലെയാണ്. ഇന്നത്തെ ലോകത്ത് IQ-വിനേക്കാൾ പ്രധാനം AQ-വിനാണ്, അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ്. എന്നാലും ഈ പുതിയ തലച്ചോറ് മാറ്റത്തിൽ വലിയ പോരായ്മയുമുണ്ട്. ഒരേ കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ, അട്രോഫി ഓഫ് സസ്റ്റെയിൻഡ് ഡീപ്പ് അറ്റൻഷൻ. അവരുടെ ഏറ്റവും വലിയ ശക്തി മൾട്ടി ടാസ്കിംഗ് ആണ്. അത് തന്നെയാണ് അവരുടെ ബലഹീനതയും. നോട്ടിഫിക്കേഷനുകളും ലൈക്കുകളും അനന്തമായ സ്ക്രോളിങ്ങും തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആഴത്തിലുള്ള ചിന്തയേക്കാൾ ഉപരിപ്ലവമായ അറിവുകൾക്ക് മുൻഗണന നൽകാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു. ഒരു 300 പേജുള്ള നോവൽ വായിക്കാനോ ഒരു വലിയ ഫിലോസഫിക്കൽ ചർച്ച പിന്തുടരാനോ ഉള്ള ക്ഷമ അവർക്കില്ല. ഇത് അവരുടെ തെറ്റല്ല, അവർ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ റിസൾട്ടാണ്. അവർക്ക് വിവരങ്ങൾ മിന്നൽ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു കാര്യം 1 മണിക്കൂറിലധികം സമയം ശ്രദ്ധ കൊടുക്കാൻ പ്രയാസമായിരിക്കും. തലച്ചോറ് ഒരു പുതിയ ഇൻഫർമേഷൻ സിറ്റുവേഷനുമായി പൊരുത്തപ്പെടുകയാണെങ്കിൽ ആ സാഹചര്യം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നറിയണമല്ലോ. വെളിച്ചം, ശബ്ദം, ചലനം, ഇവ 3ഉം കൊണ്ടാണ് ഇൻഫർമേഷനുകളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലൈറ്റ്, സൗണ്ട് ആൻഡ് മോഷൻ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വിഷ്വലായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്യാൻ പഠിക്കുന്ന നിമിഷം മുതൽ പുതിയ തലമുറ കേവലം കാഴ്ചക്കാരല്ല. അവർ ഐക്കണുകളുടെയും ജസ്റ്ററുകളുടെയും സങ്കീർണമായ സിസ്റ്റങ്ങളുടെയും ഭാഷയുമായി സംവദിക്കുകയാണ്. ഇതിനെ നമുക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. ഇതൊരു പാസീവ് കാഴ്ചയല്ല. ഒരു വീഡിയോ ഗെയിം ഇൻ്റർഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.
ഒരേ സമയം മിനി മാപ്പ്, ഹെൽത്ത് ബാർ, അമോ കൗണ്ട്സ് എന്നിങ്ങനെ 10ഓളം വിവരങ്ങൾ അവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് വിഷ്വൽ പ്രോസസ്സിങ്ങിൻ്റെയും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ്റെയും ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഒരു നോവൽ വായിക്കാൻ ആവശ്യമുള്ള ഗൗരവമുള്ള വായനാ രീതിയുമായി ഇതിനെ താരതമ്യം ചെയ്യുക. വായന ആഴത്തിലുള്ള ചിന്തയ്ക്കും ഭാവനയ്ക്കും സഹായിക്കുന്നു. ആ വായനാശീലം കുറയുന്നത് ആശങ്കാജനകവുമാണ്. പക്ഷേ ഇവിടെയാണ് പരിണാമം സംഭവിക്കുന്നത്. ആധുനിക മനസ്സ് മൾട്ടി മോഡൽ സിന്തസിസിൽ മികച്ചതാണ്. ഒരേ സമയം ടെക്സ്റ്റ്, ഇമേജ്, മീം, കമന്റ് സെക്ഷൻ എന്നിവ വായിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നു. അവർ പാരഗ്രാഫുകളിലല്ല, മറിച്ച് ലിങ്കുകളിലും ലെയറുകളിലുമാണ് ചിന്തിക്കുന്നത്. പരീക്ഷകളിൽ വെറും ടെക്സ്റ്റ് വിശകലനം ചെയ്യാൻ അവർ ബുദ്ധിമുട്ടിയേക്കാം. പക്ഷേ വീഡിയോയും ശബ്ദവും ഗ്രാഫിക്സും ഉപയോഗിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ അവർ മിടുക്കന്മാരായിരിക്കും. ആശയങ്ങൾ അവിടെയുണ്ട്, അത് മറ്റൊരു ഭാഷയിൽ കോഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാം. ഈ പുതിയ ലോകം അവരുടെ സ്കില്ലുകളെ മാത്രമല്ല, അവരുടെ മാനസികാവസ്ഥയെയും സ്വാധീനിക്കുന്നുണ്ട്. ഇത് അവരുടെ കോഗ്നിറ്റീവ് പെർഫോമൻസിനെ നേരിട്ട് ബാധിക്കുന്നു. പഴയ തലമുറയെ അപേക്ഷിച്ച് ജെൻസിയിൽ ആങ്സിറ്റിയും സ്ട്രെസ്സും വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിന്റെ വലിയൊരു ഭാഗം അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഡിജിറ്റൽ ലോകത്തു നിന്നാണ് വരുന്നത്. ഇതൊരു പരാജയമല്ല, മറിച്ച് എപ്പോഴും മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്ന് തോന്നലാണ്. പെർഫോമേറ്റീവ് അവയർനെസ് അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് ബുദ്ധിശക്തിയെ എങ്ങനെ ബാധിക്കുന്നു? നമ്മുടെ തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രോബ്ലം സോൾവിങ്ങിനും സഹായിക്കുന്ന കമാൻഡ് സെന്ററാണ്. ഇത് പരിമിതമായ ഊർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിട്ടുമാറാത്ത ഉത്കണ്ഠ ഈ ഊർജ്ജം അപഹരിക്കുന്നു. ഇതൊരു കോഗ്നിറ്റീവ് ടാക്സ് ആണ്. ഒരു പരീക്ഷ എഴുതുമ്പോൾ പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ ഉത്കണ്ഠയുള്ള ഒരു മനസ്സിന് അതിന് പ്രയാസം നേരിടും. തലച്ചോറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്റെ സോഷ്യൽ മീഡിയ ആശങ്കകളും ഡിജിറ്റൽ അനോമലികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് പരീക്ഷകളിൽ കുറഞ്ഞ മാർക്കിന് കാരണമായേക്കാം. അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് വലിയൊരു മാനസിക സമ്മർദ്ദത്തിനിടയിൽ അത് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ്. 43 വയസ്സുള്ള എൻ്റെ തലമുറ 2K തലമുറയുടെയും ജെൻസിയുടെയും ബുദ്ധിശക്തി അളക്കുന്നത് നമ്മുടെ പഴയ പ്രശ്നങ്ങൾ അവരെങ്ങനെ പരിഹരിക്കുന്നെന്ന് നോക്കിയാണ്. നമ്മുടെ ആ അളവുപാത്രമാണ് മാറ്റേണ്ടത്. അവരെ അവരുടെ വഴിക്ക് വിടുക മാത്രമാണ് പോംവഴി. എൻ്റെ തലമുറ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ആഗോള പ്രതിസന്ധി ആണവായുധങ്ങളായിരുന്നു. പുതിയ തലമുറ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത്. ഇനി നിങ്ങൾ പറയൂ, അവരുടെ ബുദ്ധി കുറയുകയാണോ അതോ അത് സ്വയം പരിണമിക്കുകയാണോ? യഥാർത്ഥ അപകടം ഒരു തലമുറയ്ക്ക് ബുദ്ധി കുറയുന്നു എന്നതല്ല, പഴയ ബെഞ്ചുമാർക്ക് ഉപയോഗിക്കുന്ന പഴയ തലമുറയ്ക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ ബുദ്ധിശക്തിയെ തിരിച്ചറിയാനോ പ്രോത്സാഹിപ്പിക്കാനോ കഴിയാതെ പോകുന്നു എന്നതാണ്. നമ്മുടെ പരീക്ഷകൾ അവർക്ക് നൽകുക മാത്രമല്ല നമ്മുടെ ജോലി, പകരം അവരുടെ പുതിയ ടൂളുകൾ വിവേകത്തോടെ ഉപയോഗിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ്. ഒപ്പം അവർ കാണുന്ന ലോകത്തെക്കുറിച്ചും നമ്മളെ 1-2 കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവർക്ക് അവസരം നൽകാനുള്ള വിനയവും നമുക്കുണ്ടാകണം.